ഒരു ബ്രിക്കിൽ ഉണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അൺബേൺഡ് ആയിട്ടുള്ള ലൈം ആണെന്നുണ്ടെങ്കിൽ അത് വെള്ളമായിട്ട് കോണ്ടാക്റ്റ് വന്ന് ഫ്ലേക്ക് ചെയ്തിട്ട് എക്സ്പാൻഡ് ആയി ബ്രിക്കിൻ്റെ ഷേപ്പ് പോകും. അയൺ പൈറൈറ്റ്സ് ആണെങ്കിൽ ബേൺ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് ക്രിസ്റ്റലൈസേഷൻ സംഭവിച്ച് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. ആൽക്കലികളാണുള്ളതെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ ഗ്രേ കളർ പാച്ച് സർഫസിൽ ഉണ്ടാക്കുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൽക്കലി ഒരു ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ബ്രിക്കിനെ മെൽറ്റാക്കും. സർഫസ് ഏരിയയിലുള്ള ഈ ഒരു എഫ്ലോറസൻസ് 10% താഴെയാണെങ്കിൽ സ്ലൈറ്റും 50% താഴെയാണെങ്കിൽ മോഡറേറ്റും ഇനി 50നും കൂടുതലാണെങ്കിൽ സീവിയർ എഫ്ലോറസൻസ് ആയിരിക്കും. ഇനി ഈ ഒരു സോയിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ ബ്രിക്കിനൊക്കെ എടുക്കുന്ന ക്ലേ ഒക്കെ എടുക്കുമ്പോൾ അതിൽ പെബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള മിക്സിങ് സംഭവിച്ചിട്ട് അവിടെ വീക്കായിട്ടുള്ളൊരു ബ്രിക്ക് ക്രിയേറ്റ് ആവും. അത് ഇറഗുലാരിറ്റിയും ബ്രോക്കൺ ആക്കാനും ചാൻസ് ഉണ്ട്. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ഈ ഒരു ക്ലേയിലൊക്കെ വെജിറ്റേഷൻ കണ്ടൻറ് ഉണ്ടെങ്കിൽ ഈ ബ്രിക്ക് പൊറസാവും. ഇനി ബേൺ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ബേൺ ആയിട്ട് ഈ ഗ്യാസസ് ഇതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് അവിടെയൊക്കെ ക്രാക്ക് സംഭവിക്കും.